ഈ ഒരുപാട് പേർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പാർലമെൻ്ററി ലീഡർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്താ പറയുന്നത് വീഡിയോകൾ അയക്കുകയും കമൻ്റ് ഇടുകയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഫ്ലെക്സ് ബോർഡുകൾ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ചെയ്യുന്നു, കുറച്ച് പേരല്ലാത്ത പ്രകടനം നടത്താൻ പോകുന്നു എന്നും പറഞ്ഞ് കാണിക്കുന്നു. ഇതെല്ലാം കത്തിച്ചു വിടുന്നത് കുറച്ച് ചാനലുകാരാണ്, പിന്നെ കുറച്ച് നിരീക്ഷകരുമാണ്. ഈ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അടക്കമുള്ള നിങ്ങളോടൊക്കെ ഈ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇവരൊക്കെ കത്തിച്ചു വിടുന്ന ഒരു സംഗതി കണ്ട് ആവേശം കൊണ്ട് ഇതെല്ലാം കൂടെ കത്തിച്ചു പിടിച്ച് കഴിഞ്ഞ 10 വർഷമായി മുട്ടിലഴഞ്ഞും എടുത്തെറിഞ്ഞും അടികൊണ്ടും ഒക്കെ സ്വന്തമാക്കിയ ഒരു ആ ഭൂതകാലത്തിൻ്റെ വേദനയുടെ ഒരു പഴയ നാളുകൾ ഇനിയും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. നിങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ ആദ്യം കാത്തിരിക്കുക. ആ കാത്തിരുന്ന ശേഷം ഇവരിങ്ങനെ ഓരോ മണിക്കൂറിൽ ബ്രേക്ക് ഇട്ട് ഓരോന്ന് കാണിക്കുന്നു. ഇന്നലെ പിന്നെന്താ പറയുന്നത്, റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നു, VD സതീശൻ ആവശ്യപ്പെട്ടു ഒറ്റയ്ക്ക് കാണണമെന്ന്. എല്ലാ കാലത്തും ഒറ്റയ്ക്കാണത് കാണാറുള്ളത്. എന്നാൽ ഈ ചാനലുകാരാരെങ്കിലും ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും താല്പര്യം കാണിച്ചവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചവരോ ആരുമല്ല. അതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും അവിടെ പോസ്റ്റർ ഇവിടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 നേതാക്കൾക്ക് ഇഷ്ടംപോലെ അനുയായികളില്ലേ, പോസ്റ്റർ അടിച്ചു വെക്കുന്നതിൻ്റെ വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണോ ഇലക്ഷൻ പ്രക്രിയയിൽ ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിനെ ഈ പ്രവർത്തകർ സമീപിക്കേണ്ടത്? എന്ത് രീതിയിലാണ്? അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാത്തിരിക്കൂ. ഒരു പാർട്ടിയുടെ പ്രക്രിയയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു വരട്ടെ. പ്രതിപക്ഷ നേതാവെങ്കിൽ അങ്ങനെ, സീനിയർ നേതാവെങ്കിൽ അങ്ങനെ, ഇനി അതല്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ അങ്ങനെ ആരാണെന്ന് വെച്ചാൽ ആദ്യം അത് തീരുമാനിക്കുന്നതിനൊരു പ്രക്രിയയും അതെല്ലാം പൂർത്തിയാവണ്ടേ. എല്ലാവരെയും കേൾക്കുന്നു, എല്ലാവരെയും മനസ്സിലാക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, ഘടകകക്ഷികളെ കേൾക്കുന്നു. പിന്നെന്താണ് ഇതിൻ്റെ ഒരു ഈ ഫ്ലെക്സ് ബോർഡും ബാനറും? ഇന്നിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് ആലപ്പുഴയിൽ KC-ക്കെതിരെ ബാനർ, അരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ബാനർ. ഇപ്പോൾ അവരുടെ ആളുകൾ വിചാരിച്ചാൽ ഒരു 500 ബാനർ വേറെ വെച്ചുകൂടെ? ഇതൊക്കെ ഓരോ ചാനലുകാരും ഇങ്ങനെ കാണിക്കുന്നത് കണ്ട് ഈ ചാനൽ താലോലത്തിൽ അങ്ങനെ വീണ ഒരു മുഖ്യമന്ത്രിയാണ് ഈ പരാജയം സംഭവിച്ച് പുറത്തു പോയത്. പിന്നെ അതുപോലെ ഫ്ലെക്സ് ബോർഡും മറ്റേതും ഒക്കെ വെച്ച് തകർത്ത് രംഗത്ത് വന്ന ഒരാളാണ് നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നോക്കിയാൽ നിറയെ തെറിയാണ് കാണാൻ കഴിയുന്നത്. കുറേ നാളുകളായി, ഇപ്പോഴെന്ന് പറഞ്ഞാൽ അടുത്ത നാളുകളൊന്നുമല്ല, കുറേ നാളുകളായി അതാണ് കാണാൻ പറ്റുന്നത്. ഇതുപോലെ പുലി വരുന്നേ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റർ വെച്ചാണ് അന്ന് KPC പ്രസിഡന്റിനെ രംഗത്തിറക്കിയത്. ഞാനിത് പറയുമ്പോൾ ഇതാരെയെങ്കിലും അനുകൂലിച്ചോ എതിർത്തോ പറയുന്നതല്ല. ഇതൊന്നും അല്ല അതിൻ്റെ ഒരു ശരിയായ രീതി. ഇതിനകത്ത് കൊളുത്തി റോഡിൽ പ്രകടനം നടത്തി ഇങ്ങനെ നടത്തി ഈ സ്വയം ഒരു സംഗതിയെ നശിപ്പിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഈ ചാനലിൻ്റെ ബഹളമൊക്കെ കണ്ട് നിങ്ങളാരും രക്തസമ്മർദ്ദം കൂട്ടരുത്. അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് 2-3 ദിവസം കഴിഞ്ഞ് ഇതിനകത്തൊരു തീരുമാനം വന്ന് ആ തീരുമാനത്തെ ഘടകകക്ഷികൾ അംഗീകരിച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങ് അധികാരം ഏറ്റെടുത്ത് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങ് പോകും. പണ്ട് നമ്മുടെ ശബരിമല സീസണിൽ ഓർമ്മയില്ലയോ, അമ്മണി കയറിയോ എന്നും പറഞ്ഞ് എന്തൊരു വേളമായിരുന്നു. ഞാനല്ലാത്ത വെളുപ്പിനെ കയറിയോ, ഉച്ചയ്ക്ക് കയറിയോ, വൈകിട്ട് കയറിയോ, അതാ അമ്മണി അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, അമ്മണി വന്നു പോയി, അവസാനം അമ്മണി കയറിയതാരും കണ്ടില്ല. പിറ്റേന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അമ്മണി കയറി, സംഗതി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ആരെങ്കിലും ശബരിമലയിൽ വല്ല പ്രശ്നമുണ്ടോ? എല്ലാവരും പോകുന്നു, കയറുന്നു, വരുന്നു, ഇങ്ങനെ പോകുന്നു. പിന്നെ സ്വർണ്ണക്കൊടിമരം കത്തി രാവിലെ മുതൽ ലൈവ് അടിച്ചു. ഇപ്പോൾ സ്വർണ്ണക്കൊടിമരം എന്തേ? അതും പോയി, ബാക്കിയെല്ലാം പോയി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ആയുസ്. അതുകൊണ്ട് വെറുതെ പിരിമുറുക്കം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാകട്ടെ, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവാകട്ടെ, അല്ലെങ്കിൽ വേറൊരാളിനെ പാർട്ടി തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ തീരുമാനിക്കട്ടെ. ആരെ വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നത് വരെ ഈ 24/7 ഇത് ഓരോന്നും കാണിച്ച് ഓരോ മണിക്കൂറിലും അവരുടെ പോസ്റ്റ് കാണിച്ച് എന്തായി ചെയ്യുന്നത്? ഒട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കട്ടെ. ആ പാർട്ടിയുടെ തീരുമാനം വന്നിട്ട് നിങ്ങൾക്കതിൽ പറയാനുള്ളതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ചർച്ച ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഓരോരുത്തരും പല ആംഗിളിൽ നിന്നും പല നേതാക്കളുടെ വിവരണങ്ങൾ വെച്ച് തരുന്ന പോസ്റ്ററുകളോട് ഞാനൊന്നും പ്രതികരിക്കാത്തത്. ശാന്തമായി തീരുമാനിച്ച് ആൾ വരട്ടെ, ജനങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ, നല്ല ഭരണം ഉണ്ടാവട്ടെ, അത്രയും ഓർത്താൽ മതി.